ഹായ്, നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ചിക്സ് ആർട്സ് എന്നാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ പേര്. ഒഫീഷ്യലി എൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കു സുന്ദർ എന്നാണ്. ചെറുതിലെ വളരെ കൗതുകത്തോടെ ഇട്ട പേര്. പലരോടും ആ പേര് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൗതുകത്തോടെ, ഒരു പുന്നാരത്തോടെയൊക്കെ ആയിരുന്നു ആളുകൾ എന്നെ ആ പേര് വിളിച്ചിരുന്നത്. അത് വിളിക്കുമ്പം തന്നെ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ഭാവ വ്യത്യാസമൊക്കെ രസകരമായിരുന്നു. എനിക്കും ആ പേര് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും എന്താണ് പേരെന്ന്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറയും, ആലോചിക്കൂ, അതിനകത്തുണ്ടെന്ന്. എൻ്റെ ഒരു അക്കാലത്തെ പ്രണയിനിയടുത്തും പറഞ്ഞ ഡയലോഗായിരുന്നു അത്. ഈ അടുത്ത കാലം വരെയും ഞാൻ ആ പേര് തന്നെയാണ്. ഇപ്പോഴും എൻ്റെ ഒഫീഷ്യൽ നെയിം ചിക്കു സുന്ദർ എന്നാണ്. അപ്പോൾ ആ ചിക്കു സുന്ദർ എന്നുള്ള പേരിന് പകരം കലാപരമായിട്ടുള്ള എൻ്റെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒലഞ്ഞാലിക്കിളി ഭയങ്കര കരച്ചിലും തുടങ്ങണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത പേരാണ് ചിക്സ് ആർട്സ് എന്നത്. ആ പേര് എല്ലാ സോഷ്യൽ മീഡിയയിലും ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ അക്കാലത്ത് ഇടുകയുണ്ടായി. ഇപ്പോൾ എൻ്റെ തൂലിക നാമമായും തുടർന്ന് ഇനി അങ്ങോട്ടും മറ്റൊരു പേരിൽ അറിയപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. ന്യൂമറോളജി പ്രകാരം ചിക്കു സുന്ദർ എന്ന് പറയുന്ന പേരിന് അത്ര നല്ല ടൈമല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറോളജി പ്രകാരം നമ്മുടെ രാശി വെച്ച് നോക്കുമ്പോൾ ശരിയായ ഒരു പേര് അല്ല അത്. അതിൻ്റെ കൂട്ടത്തിൽ 2-3 അക്ഷരങ്ങൾ ചേർക്കുകയോ ഇല്ല അതിൽ നിന്ന് കുറച്ച് ഭാഗം മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ നന്നാകുമെന്ന് കരുതി. അപ്പോൾ അത് പറയുമ്പോൾ എന്തിനാണ് ഈ ഒരു പേര് എനിക്ക് ഇട്ടതെന്ന് ഞാൻ പലപ്പോഴും അമ്മയെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയുന്നൊരു മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുതിലെ അതൊരു രസമായി എൻ്റെ കുഞ്ഞമ്മമാരാണ് ഈ പേര് സെലക്ട് ചെയ്ത് തന്നത്. ആ പേര് സ്കൂളുകളിൽ എത്തുമ്പം പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ABC എന്ന ക്രമത്തിൽ വരുമ്പം C ആദ്യമല്ലയോ, അങ്ങനെയൊക്കെ നോക്കിയാണ് അവർ ഇട്ടതെന്നാണ് അന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഈ പേര് വന്നു തുടങ്ങിയത് ഇപ്പോൾ ഒരുപാട് പേർക്ക് ആണിനും പെണ്ണിനും എല്ലാം ചിക്കു എന്ന് പേരിടാറുണ്ട്. എൻ്റെ പേര് ചിക്കു എന്ന് മാത്രമല്ല, ചിക്കു സുന്ദർ എന്ന് കൂടിയാണ്. ഫുൾ നെയിം ചിക്കു സുന്ദറാണ്. ആ പേരുമായിട്ട് ഞാൻ ഇവിടുന്ന് ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഗൾഫിലേക്ക് പോയി. അവിടെ ചെല്ലുന്ന സമയത്ത് അതായത് നമ്മുടെ കഫീൽ എൻ്റെ പേപ്പർ എടുത്ത് നോക്കിയിട്ട് പുള്ളി എനിക്കിട്ട പേരാണ്, പുള്ളി വിളിച്ച പേരാണ് സുന്ദർ എന്നത്. അങ്ങനെ അവിടെ എല്ലാവരും എന്നെ സുന്ദർ, ചില ആളുകൾ ഫുൾ പേര് പറയുന്നതന്നെ CK എന്ന് ചുരുക്കപ്പേരായിട്ട് വിളിക്കും. കൂടുതലും എന്നെ ആളുകൾ ഗൾഫ് നാടുകളിൽ അറിഞ്ഞത് സുന്ദർ എന്നാണ്. അന്ന് അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ജീവിത ചുറ്റുപാടുകളും കാര്യങ്ങളുമൊക്കെ. ഏകദേശം ഒരു 5 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലെത്തുന്നത്. ആ സമയങ്ങളിൽ കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ആ കൂട്ടായ്മയിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിരുന്നത് ചിക്കുജി എന്നാണ്. ചിക്കുജി, ഒരു ബഹുമാനത്തോടു കൂടി അവർ വിളിച്ചതായിരിക്കാം ജി എന്ന വാക്ക് കൂടി എൻ്റെ പേരിൻ്റെ കൂടെ ചേർന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കവിതാ സമാഹാരം ഈ അടുത്ത കാലത്ത് ഇറങ്ങുകയുണ്ടായി.
അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായ ഒരു നാമം വേണമെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞതിൻ്റെ ഫലവും കുറേ നാളായി ഈ നമ്മൾ ഇത്രയൊരു പ്രായത്തിലേക്ക് എത്തി നിൽക്കുമ്പം പിൽക്കാലങ്ങളിൽ പിള്ളേരൊക്കെ പറഞ്ഞ് കളിയാക്കായിരുന്നു, ചിക്കു അപ്പൂപ്പൻ എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ അതൊരു നല്ല ഇതല്ല എന്ന് തോന്നിയത് കൊണ്ട് പേരിനൊരു മാറ്റം വേണം എന്ന് കരുതിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സുബീഷ് സുന്ദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിനകത്തൊക്കെ ഞാനൊന്ന് ഇട്ട് നോക്കി. അതും എൻ്റെ പേരാണ് കേട്ടോ, സുബീഷ് എന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു എനിക്ക് എൻ്റെ ചോറൂണൊക്കെ നടത്തിയത്. അന്ന് അവിടുത്തെ പൂജാരി ഇട്ട പേരാണ് സുബീഷ് എന്നത്. അപ്പോൾ ആ പേരും എനിക്കുണ്ട്. പല പേരുകളിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ അറിയുന്നത്. അങ്ങനെ ആ പേര് ഞാൻ അവോയ്ഡ് ചെയ്തു. ചിക്കു സുന്ദർ എന്നുള്ളതും ഇത് രണ്ടും സുബീഷ് സുന്ദർ എന്നുള്ളതും ചിക്കു സുന്ദർ എന്നുള്ളതും ഒരേപോലെ നമ്മുടെ രാശിയുമായിട്ട് ചേർന്ന് പോകാത്ത നാമങ്ങളാണ്. അങ്ങനെ എൻ്റെ പേരിൻ്റെ ചിക്കു സുന്ദർ എന്നുള്ള എൻ്റെ പാതി എടുത്ത് സുന്ദരേശൻ എന്നാണ് എൻ്റെ പപ്പയുടെ പേര്. അപ്പം സുന്ദർ എന്നുള്ളത് എൻ്റെ ഗൾഫ് നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ആ പേര് സുന്ദർ, അതെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ജി എന്നുകൂടി ഞാനിത് നോക്കിപ്പിച്ച് നമ്മുടെ ഗുരുനാഥനായ ചന്ദ്രകുമാർ മജീന്ദ്ര എന്ന് പറയുന്ന ജോത്സ്യൻ, പുള്ളിക്കാരനാണ് ഇങ്ങനെ ചേർക്ക് എന്ന് എന്നോട് നിർദ്ദേശിച്ചത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ആ പേര് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും എൻ്റെ തൂലികാ നാമമായിട്ട് എൻ്റെ കവിതാ സമാഹാരത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഒഫീഷ്യലായിട്ട് എൻ്റെ നാമം ചിക്കു സുന്ദർ എന്ന് ഉള്ളത് മാറ്റി സുന്ദർജി എന്നായിരിക്കും. സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും ചാറ്റ് ചെയ്യാനായിട്ട് വരുന്ന സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് പേരെന്താണെന്ന്. കാരണം ചിക്സാർട്സ് എന്നത് പറയുന്നത് എൻ്റെ സോഷ്യൽ മീഡിയയിലെ ഒഫീഷ്യൽ നാമമാണ്. അതായത് സോഷ്യൽ മീഡിയയിലെ എൻ്റെ യൂട്യൂബ് ചാനലും എല്ലാം തുടർന്നും ചിക്സാർട്സ് എന്ന് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എൻ്റെ നാമം മറക്കണ്ട, സുന്ദർജി എന്നായിരിക്കും. ചിലർ പറയും പപ്പയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ആണ്. എപ്പോഴും നമ്മുടെ പേരിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വരാറുള്ളത് അച്ഛൻ്റെ നാമങ്ങളാണല്ലോ. ആ പേര് തുടർന്നും അങ്ങനെ തന്നെ അത് മാത്രമായിട്ട് പപ്പയുടെ പേര് എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ജിയും കൂടെ ചേർത്ത് സുന്ദർജി എന്നുള്ള നാമത്തിലായിരിക്കും ഇനി എൻ്റെ ഒഫീഷ്യൽ രേഖകളിലെല്ലാം ഉണ്ടാവുക. അപ്പം ഇനി ആരും പേരെടുത്ത് ചോദിക്കേണ്ട, സുന്ദർജി എന്നായിരിക്കും എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇത്രയും നേരം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.